ആളുകളെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ക്രൂരമായ വഴി. നിങ്ങൾ ഒരുപക്ഷെ ഇതൊരിക്കലും ഉപയോഗിക്കില്ല, പക്ഷെ ഇത് അറിഞ്ഞിരുന്നാൽ നിങ്ങളെ തന്നെ സംരക്ഷിക്കാം. കാരണം ചിലർ നിങ്ങളെ നേരിട്ട് നിയന്ത്രിക്കില്ല, പകരം നിങ്ങളെ മറ്റുള്ളവരുമായി തമ്മിൽ തല്ലിക്കും. ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. ഒരു സിംഹം 10 ചെന്നായ്ക്കളുടെ ചുമതല ഒരു കടുവയെ ഏൽപ്പിച്ചു. ഇവരുടെ ഭക്ഷണം നീ വീതിച്ചു കൊടുക്കണം. സിംഹം പറഞ്ഞു. കടുവ ഇറച്ചി 11 തുല്യ ഭാഗങ്ങളാക്കി. ഒന്ന് തനിക്ക്, ബാക്കി 10 ചെന്നായ്ക്കൾക്ക്. എല്ലാവർക്കും തുല്യം. പക്ഷേ ചെന്നായ്ക്കൾക്ക് തൃപ്തിയില്ല. എനിക്ക് കുറച്ചുകൂടെ കിട്ടേണ്ടതായിരുന്നു, ഒരാൾ പറഞ്ഞു. എന്തുകൊണ്ട് കടുവയ്ക്ക് നമ്മളെപ്പോലെ തന്നെ ഒരു ഭാഗം മാത്രം? മറ്റൊരാൾ പറഞ്ഞു, നമ്മളാണ് കൂടുതൽ ജോലി ചെയ്യുന്നത്, നമുക്കാണ് കൂടുതൽ ലഭിക്കേണ്ടത്. അവർ പരസ്പരം സംസാരിച്ചു തുടങ്ങി. ഒടുവിൽ എല്ലാവരും ഒരുമിച്ച് കടുവയ്ക്കെതിരെ തിരിഞ്ഞു. കടുവയ്ക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ സിംഹത്തിന്റെ അടുത്തേക്ക് വന്നു. ഞാൻ എല്ലാവർക്കും തുല്യമായി കൊടുത്തിട്ടും അവർ എന്നെ എതിർക്കുകയാണ്. സിംഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ നോക്കൂ, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അടുത്ത ദിവസം സിംഹം തന്നെ ഇറച്ചി വിധിച്ചു, പക്ഷെ തുല്യമായല്ല. ഒരു വലിയ കഷ്ണം സ്വയം എടുത്തു, ബാക്കി ചെറിയ കഷ്ണങ്ങൾ ചെന്നായ്ക്കളുടെ മുന്നിൽ വെച്ചു. ആർക്ക് എത്ര വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്ന് പറഞ്ഞ് മാറി നിന്നു. ഇന്നലെ വരെ ഒരുമിച്ച് നിന്നവർ ഇന്ന് തമ്മിൽ തല്ലാൻ തുടങ്ങി. എനിക്ക് ആ വലിയ കഷ്ണം വേണം, അത് എന്റേതാണ്, നിനക്കത്ര വേണ്ട. ആർക്കും തൃപ്തിയില്ല. മുമ്പത്തേക്കാൾ കുറവ് ഭക്ഷണമാണ് ഓരോരുത്തർക്കും കിട്ടിയത്. അടുത്ത ദിവസവും സിംഹം ഇത് തന്നെ ചെയ്തു. പക്ഷെ ഇത്തവണ സിംഹം 2 വിഹിതം എടുത്തു. ചെന്നായ്ക്കൾക്ക് 9 വിഹിതം മാത്രം ബാക്കി വെച്ചു. വീണ്ടും ചെന്നായ്ക്കൾ തമ്മിൽ പോരാടി. ആരാണ് കൂടുതൽ ശക്തൻ, ആരാണ് കൂടുതൽ അർഹൻ, ആർക്കാണ് കൂടുതൽ കിട്ടേണ്ടത്? പോരാട്ടം തുടർന്നു. ദിവസം അവസാനിക്കുമ്പോഴേക്കും ഒരു ദുർബലനായ ചെന്നായ മിക്കവാറും ചത്തുപോകുന്ന അവസ്ഥയിലായി. 3-ാം ദിവസം സിംഹം ഇറച്ചി 2 ഭാഗങ്ങളായി വിഭജിച്ചു. ഒന്ന് സിംഹത്തിനും മറ്റൊന്ന് ചെന്നായ്ക്കൾക്കുമായി. ഏറ്റവും ശക്തനായ ചെന്നായി മറ്റുള്ളവരെ അടിച്ചമർത്തി ഭക്ഷണം സ്വന്തമാക്കി. എന്നിട്ട് ദുർബലർക്ക് കുറച്ചു കൊടുത്ത് അവരെ തന്റെ അനുയായികളാക്കി. ഇപ്പോൾ സിംഹത്തിന് 10 ചെന്നായ്ക്കളെ നിയന്ത്രിക്കേണ്ട, ഒരാളെ മാത്രം മതി. ബാക്കിയുള്ളവർ അവനെ അനുസരിച്ചോളൂ. ഇതാണ് പാഠം. ഒരുമിച്ച് നിൽക്കുന്നവരെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ അവരെ തമ്മിൽ വിഭജിച്ചാൽ അവർ സ്വയം പോരാടും. അപ്പോൾ നിയന്ത്രിക്കുന്നത് എളുപ്പമാവും. ജീവിതത്തിൽ ഉയരത്തിലെത്തുന്നവർ എപ്പോഴും കഠിനാധ്വാനികളായിരിക്കില്ല. പലപ്പോഴും അവർക്ക് മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവും. അതുകൊണ്ട് കുട്ടികളെ വെറുതെ അനുസരിക്കാൻ മാത്രം പഠിപ്പിക്കരുത്. ചിന്തിക്കാൻ പഠിപ്പിക്കുക, ആളുകളെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുക, ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയാൻ പഠിപ്പിക്കുക. ആരെങ്കിലും അവരെ തമ്മിൽ തെളിയിക്കാൻ ശ്രമിച്ചാൽ അത് തിരിച്ചറിയാൻ കഴിയണം. ഒരു പഴയ ചൊല്ലുണ്ട്, നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിന്റെ ആഴവും ഒഴുക്കും മനസ്സിലാക്കിയിരിക്കണം. കാരണം വെള്ളത്തിന്റെ സ്വഭാവം അറിയാതെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് നീന്താൻ അറിയാമെങ്കിലും അപകടത്തിൽപ്പെടാം. മനുഷ്യന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. മനുഷ്യ സ്വഭാവം മനസ്സിലാക്കണം. ഇത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനല്ല, മറ്റുള്ളവർ നിങ്ങളെ ചൂഷണം ചെയ്തിരിക്കാനാണ്. പണവും അധികാരവുമല്ല നിങ്ങളുടെ യഥാർത്ഥ ശക്തി, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ്. ആർക്കും എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്തവനാണ് ഏറ്റവും ശക്തൻ. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ജീവിതത്തിന്റെ നിയന്ത്രണവും നിങ്ങളുടെ കൈകളിലേക്ക് വരും. അതാണ് യഥാർത്ഥ മൈൻഡ് പവർ. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ മൈൻഡ് എന്ന് കമന്റ് ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.